ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഈ സീസണിലെ തുടർച്ചയായ മൂന്നാം വിജയവുമായി മുംബൈ ഇന്ത്യൻസ്. രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയ മത്സരത്തിൽ 9 വിക്കറ്റുകൾക്കാണ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചത്. നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീം റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ഇവർ എവേ ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പ്രധാനമായും ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവരുടെ ടീമിൽ പവർ ഹിറ്റേഴ്സിന്റെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പവർ ഹിറ്റർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ശിവം ദുബെ മാത്രമാണ്. മറ്റുള്ള ടീമുകളുടെ കാര്യം നോക്കുമ്പോൾ അതല്ല സ്ഥിതി. പിന്നീട് രണ്ടാമത്തെ കാരണമായി ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ബോളിംഗ് ലൈനപ്പാണ്. അതായത് ചെപ്പോക്ക് പോലെ സ്പിന്നെ തുണയ്ക്കുന്ന പിച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ബോളിംഗ് ലൈനപ്പ് ഉള്ളത്. നമുക്കറിയാം ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടീം റണ്ണൊഴുകുന്ന പിച്ചുകളായ വാങ്കഡെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നലെ വാങ്കഡയിലും സംഭവിച്ചത്. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് തിരഞ്ഞെടുത്തു. ഇപ്പൊ നമ്മൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ കാര്യം പറയുന്നത് പോലെ തന്നെ വാങ്കഡയിലും ടോസ് ക്രൂഷ്യലാണ്. പറയുമ്പോൾ ചിന്നസ്വാമിയോളം ക്രൂഷ്യൽ അല്ലെങ്കിലും ഇവിടെയും ടോസിന് പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്കഡെ സ്റ്റേഡിയത്തിലും ബൗണ്ടറി ഡയമെൻഷൻസ് ചെറുതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഡ്യൂവും ഒരു പ്രധാന ഫാക്ടർ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് നല്ലൊരു ടോസ് ആയിരുന്നു. പിന്നെ ഈ മത്സരം നടന്ന പിച്ച് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് RCB മത്സരം നടന്ന പിച്ചാണ്. അവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 205 ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആവറേജ് വിന്നിംഗ് സ്കോറിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അന്ന് RCB ഫസ്റ്റ് ബാറ്റ് ചെയ്ത് തന്നെയാണ് ജയിച്ചത്. പക്ഷെ അന്ന് അവർ 221 എടുത്തായിരുന്നു. എന്നിട്ടും അവസാനം ഹാർദിക് പാണ്ഡ്യയുടെയും തിലക് വർമ്മയുടെയും പാർട്ട്ണർഷിപ്പ് വന്നപ്പോൾ RCB ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് അവർ ആ ഒരു നെർവ്സ് കീപ്പ് ചെയ്തിട്ട് വിജയം സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രത്തോളം ഹൈ സ്കോർ വരുന്ന ഒരു പിച്ചിലാണ് ഇന്നലെ മത്സരം നടന്നത്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 200-ൽ താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ വിജയം എന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യേണ്ട. എന്നാൽ ആദ്യ ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റേഴ്സിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരിൽ നിന്നൊന്നും ഈ ഒരു ഹൈ സ്കോർ വേണം, അല്ലെങ്കിൽ ഇത്രയൊരു സ്കോർ എടുത്തില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ അത്ര ഇന്റന്റോടെ കളിക്കണം എന്നൊരു രീതിയിലുള്ള ഒരു അപ്രോച്ച് കണ്ടില്ല. ആകെപ്പാട് അതിനൊരു അപവാദമായിട്ടുള്ളത് ഇന്നലെ അരങ്ങേറ്റം കുറിച്ച 17-കാരനായ ആയുഷ് മാത്രമാണ്. ആയുഷ് മാത്രം വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്റെ ആദ്യ മത്സരം കളിക്കുകയാണ്. തനിക്ക് 17 വയസ്സേ ഉള്ളൂ, തനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതൊന്നും ആയുഷിനൊരു പ്രശ്നമായിരുന്നില്ല. ക്രീസിൽ നിന്ന് കുറച്ചു നേരം മുംബൈ ഇന്ത്യൻസ് ബൗളർമാരെ ഡോമിനേറ്റ് ചെയ്ത് തന്നെയാണ് ആയുഷ് കളിച്ചത്. അപ്പോൾ അത് ബാക്കിയുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റേഴ്സിന് ഒരു പാഠമായിരുന്നു. ഈ ഒരു പിച്ചിൽ എങ്ങനെ വേണം കളിക്കാൻ. ആയുഷ് ഒരു മുംബൈ സ്വദേശിയാണ്. അപ്പോൾ ഈ ഒരു പിച്ചിൽ ഇങ്ങനെ റൺ ഒഴുകുന്ന എക്സലന്റ് ബാറ്റിംഗ് കണ്ടീഷൻസിൽ എങ്ങനെ വേണം കളിക്കാനെന്ന് ബാക്കിയുള്ള ബാറ്റേഴ്സിന് കാണിച്ചു കൊടുക്കുകയാണ് ആയുഷ് ചെയ്തത്. ആയുഷിന് ചെറിയൊരു ഇന്നിംഗ്സ് ആയിരുന്നു എങ്കിലും 15 ബോളുകളിൽ നിന്ന് 32 റൺസാണ് ആയുഷ് എടുത്തത്. അതിൽ 4 4-ഉം 2 6 ഉൾപ്പെടും. പിന്നീട് ദീപക് ചാഹറിന്റെ പന്തിൽ ആയുഷ് പുറത്താവുകയാണ് ചെയ്തത്. ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ പവർ പ്ലേയിൽ സ്കോർ ചെയ്തത് 48 റൺസ് മാത്രമാണ്. ഇപ്പോൾ തുടക്കം തന്നെ നമ്മുടെ രചിൻ രവീന്ദ്രയുടെ വിക്കറ്റ് പോയി. രചിൻ രവീന്ദ്ര 9 പന്തിൽ നിന്നാണ് 5 റൺസ് എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ച ഷെയ്ഖ് റഷീദും ബൗണ്ടറികൾ കണ്ടെത്താനാവാതെ വലയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 20 പന്തിൽ നിന്ന് 19 റൺസ്, ഒരു 4 മാത്രമേ കണ്ടെത്താനായുള്ളൂ. ആ സമയത്താണ് നമ്മുടെ ആയുഷ് മാത്രമേ നന്നായിട്ട് കളിച്ചത്. ആയുഷിന്റെ ആ ഒരു ചെറിയൊരു ബ്ലിറ്റ്സ് കൊണ്ടാണ് ഒരു 48 റൺസിലെങ്കിലും CSK എത്തിയത്. പവർ പ്ലേ കഴിഞ്ഞ് മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 7ാമത്തെ ഓവറിൽ തന്നെ ആയുഷ് മാത്രമേ പുറത്തായി. അത് നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് ആ മിഡിൽ ഓവേഴ്സിലും ഇവർക്ക് ഈ ഒരു ഹൈ സ്കോർ നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെ കളിച്ചില്ല. അവരടുത്ത 9 ഓവറിൽ നേടിയത് 70 റൺസാണ്. 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് 7.77. ആ ഒരു റൺ റേറ്റിൽ മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് ഇവരുടെ ബാറ്റിംഗ് നമ്മൾ ഒന്ന് ഡീപ്ലി അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ 8 മുതൽ 11 വരെ ആ ഒരു 4 ഓവറുകളിൽ വന്നത് 14 റൺസ് മാത്രമാണ്. അപ്പോൾ ഒന്ന് നോക്കണം. ഇപ്പോൾ പന്ത് ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, സാന്നറിന് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, ചെറിയ ടേൺ കിട്ടുന്നുണ്ടെങ്കിലും നല്ല ബാറ്റിംഗ് കണ്ടീഷൻസ് ആണ്. അത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സിലായതുമാണ്. അപ്പോൾ അതുപോലെ 4 ഓവറിൽ ഇതുപോലൊരു ബാറ്റിംഗ് കണ്ടീഷനിൽ വെറും 14 റൺസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിമിനൽ ഒഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 200-ന് മേളിൽ പുഷ് ചെയ്യേണ്ട ഒരു ടീമാണ് ഇങ്ങനെ വന്നിട്ട് 4 ഓവറിൽ 14, അതും എക്സലന്റ് ബാറ്റിംഗ് കണ്ടീഷനിൽ റണ്ണേ ബോൾ പോലും എടുക്കാനാവാതെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവർ ഒരു ഫേസിൽ സ്ട്രഗിൾ ചെയ്ത് എടുക്കേണ്ട റൺസ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് കവറപ്പ് ചെയ്യാനുള്ള ബാറ്റേഴ്സ് ഇവർക്കില്ല. ഇപ്പൊ അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ ആദ്യത്തെ 10 ഓവറിൽ അവർ നേടിയത് 70 റൺസ് മാത്രമാണ്. പിന്നീട് ഒരു വിന്നിംഗ് സ്കോർ, ഒരു ആവറേജ് ഇവരുടെ ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോറായ ആ ഒരു പിച്ചിലെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോറായ 205 എടുക്കണമെങ്കിൽ പിന്നീട് അടുത്ത 10 ഓവറിൽ 135 റൺസ് എടുക്കണം. അതാരെടുക്കും? അതെടുക്കാൻ ആളില്ല. ഇപ്പം പറയുമ്പോൾ ശിവം ദുബെ ആയാലും ജഡേജ ആയാലും അവസാന ഡെത്ത് ഓവേഴ്സിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് കളിച്ചു. അശ്വിനി കുമാറിന്റെ ഒരു ഓവറിൽ 24 റൺസ് ഒക്കെ വന്നു. പക്ഷെ അങ്ങനെ ഒരു ഓവർ കൊണ്ട് തീരുന്ന ഒരു ഡാമേജ് അല്ല ഇവരുടെ ആ ഒരു ഇന്റന്റ് ഇല്ലാത്ത ബാറ്റിംഗ് ഉണ്ടാക്കിയത്. ശരിയാണ്, മുംബൈ ഇന്ത്യൻസ് ഡീസെന്റ് ആയിട്ട് ബൗൾ ചെയ്തു എങ്കിലും ഇപ്പൊ നമ്മൾ ആ ഒരു ഇന്റന്റ് വേണ്ടേ? ഇപ്പൊ ഒരു ഇന്റന്റ് ആ ഒരു അടിക്കാനുള്ള ശ്രമം നടത്തി ഔട്ട് ആവുകയാണെങ്കിൽ പറയാം. ഇവിടെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഇവർ 2 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. 9 ഓവറിൽ 2 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അല്ലാതെ ചില ടീമിന്റെ കൂട്ട് അടിക്കാൻ ശ്രമിച്ച 5-6 വിക്കറ്റ് കളഞ്ഞിട്ടല്ല ഈ 70 റൺസ് എടുത്തത്. ഇവർ 2 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷെ 70 റൺസ് മാത്രമേ എടുക്കാനും കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് അവരുടെ ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നാൽ ഡീസെന്റ് ആയിരുന്നു. 5 ഓവറിൽ 58 റൺസ് എടുത്തു.
റൺ റേറ്റ് ഒരു 11.6 ഉണ്ട്. അത് കുഴപ്പമില്ല, അതിന് നമുക്ക് കാര്യമായിട്ട് പ്രശ്നം പറയാനില്ല. പക്ഷേ ഈ ആദ്യത്തെ പവർ പ്ലേയിൽ ആദ്യ ഒരു 10 ഓവറിൽ അവരുടെ മെല്ലെപ്പോക്കിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്താൻ കഴിഞ്ഞത് 176 പോലെ. മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ തന്നെ പറഞ്ഞു ഇതൊരു ബിലോ പാർ ടോട്ടലാണ് ചെന്നൈ എടുത്തതെന്ന്. അതായത് അവർ എടുക്കേണ്ട സ്കോറിന് ഒരു 30 റൺസ് താഴെയാണ് അവരെടുത്തത്. ആ ഒരു സ്കോറിന് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പിച്ചിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, അതിനുള്ള ബോളിംഗ് സ്ട്രെങ്ത്, ഈ ഒരു പിച്ചിൽ വേണ്ട ഒരു ബോളിംഗ് സ്ട്രെങ്ത് അവർക്കില്ല. ഇനി അത് ഉണ്ടെങ്കിൽ പോലും ആ ഒരു 176 അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക. റിക്കിൾട്ടൺ, രോഹിത്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, വിൽ ജാക്സ്, ഹാർദിക് പാണ്ഡ്യ, ഇങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പിനോട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടലല്ല അവരെടുത്തത്. അപ്പോൾ നമ്മളിപ്പം പറയും ഇപ്പോൾ ഇവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ചെപ്പോക്കിന് അനുയോജ്യമായ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവർ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എവയിൽ കാര്യമായിട്ടൊരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് പറയാം. പക്ഷെ ഇന്നത്തെ പരാജയത്തിന്റെ കുറ്റം നമ്മൾ ബോളേഴ്സിൽ ഇട്ടുകൊണ്ട് കാര്യമില്ല. അവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്കോർ കൊടുത്തില്ലെങ്കിൽ ഇതുപോലൊരു ബാറ്റിംഗ് പാരഡൈസിൽ ഇവർക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം തോറ്റത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പവർ പ്ലേയിൽ ഒരു 60+ റൺസ് സ്കോർ ചെയ്തു. പിന്നീട് മിഡിൽ ഓവേഴ്സിൽ അവർ സ്ട്രഗിൾ ചെയ്തിട്ടും പിന്നെ അവസാനം ധോണിയുടെ ഒരു ഫിനിഷിംഗ് വന്നപ്പോഴത്തേക്ക് ഒന്നൊരു ഹെവി സ്കോർ അല്ലായിരുന്നു ചേസ് ചെയ്യാനുള്ളത്. പക്ഷെ ആ ഒരു പവർ പ്ലേയിൽ എതിരാളികളെക്കാൾ നന്നായിട്ട് കളിച്ചു. ഇവിടെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ബാറ്റിംഗ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ജഡേജ 50 അടിച്ചു, 35 ബോളിൽ 53. ശിവം ദുബൈ 32 ബോളിൽ 50. ശിവം ദുബൈ ആദ്യം ഒരു റണ്ണേ ബോൾ പോയിട്ട് അവസാനം ഒരു 10 പന്ത് ദുബൈ നേരിട്ട് അവസാനം ഒരു 10 പന്ത് നന്നായിട്ട് തന്നെ കളിച്ചു. പക്ഷേ ആ ഒരു ഇന്ത്യൻ്റെ നേരത്തെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് തോന്നൽ കാണും ഇനി ഞാൻ ഔട്ടായി കഴിഞ്ഞാൽ ഈ ടീമിനെ നല്ലൊരു സ്കോറിൽ എത്തിക്കാൻ വേറെ ആളില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ദുബൈയുടെ മനസ്സിൽ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു പിച്ചിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ ടോട്ടൽ എടുത്തത് 176 റൺസാണ്. ഇപ്പോൾ ഇവരുടെ ബോളിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിച്ചൽ സാൻഡർ നന്നായിട്ട് ബോൾ ചെയ്തു. 3 ഓവറിൽ 14 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ്. ബുംറ അറിയാലോ 4 ഓവറിൽ 25 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. പിന്നെ അശ്വിനി കുമാർ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, 2 ഓവറിൽ 42 റൺസ് കൊടുത്തു. ബാക്കിയുള്ള ഒരു ബോളർമാരെ അങ്ങനെ കാര്യമായിട്ട്, ബോൾട്ടും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, 4 ഓവറിൽ 43 റൺസ് കൊടുത്തു. ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം ഡീസന്റ് ആയിട്ടാണ് എറിഞ്ഞത്. ഇപ്പോൾ വിൽ ജാക്സ് 1 ഓവർ എറിഞ്ഞുള്ളൂ, 4 റൺസ് കൊടുത്തു. ഹാർദിക് പാണ്ഡ്യ 2 ഓവറിൽ 13 റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡീസന്റ് ഇതായിരുന്നു. അത് നല്ലൊരു പെർഫോമൻസ് ആണ്. ഇവരൊരു 176 ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പിച്ചിൽ വളരെ നല്ല പെർഫോമൻസ് ആണ്. ഇനി നമ്മൾ ചേസിംഗിലേക്ക് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസ് കാത്തിരുന്നത് രോഹിത് ശർമ്മയിൽ നിന്ന് ഇതുപോലൊരു ഇന്നിങ്സ് കിട്ടാനാണ്. അതായത് രോഹിത് ശർമ്മ നന്നായിട്ട് ബാറ്റ് വീശിയെന്ന് മാത്രമല്ല ടീമിനെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. ഈ ഒരു സീസണിൽ ആദ്യമായിട്ടാണ് രോഹിത് പവർ പ്ലേ അതിജീവിക്കുന്നത്. ഇപ്പൊ തുടക്കം റിക്കിൾട്ടൺ ആയാലും നല്ല ഡീസന്റ് ആയിട്ട് കളിച്ചു, 19 ബോളിൽ 24 റൺസ് ആണ് നേടിയത്. പിന്നീട് സൂര്യകുമാർ യാദവ് വന്നപ്പോഴേക്കും നമുക്കറിയാം നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സ് സ്പിന്നിനെതിരെ സ്ട്രഗിൾ ചെയ്തു, സാൻഡറൊക്കെ നന്നായിട്ട് എറിഞ്ഞു. പക്ഷെ ഇവിടെ സ്പിന്നിനെതിരെ ഒരു ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയാണ് സൂര്യകുമാർ യാദവ് കളിച്ചത്. അതായത് സ്പിന്നിനെ അനായാസമാണ് സൂര്യകുമാർ യാദവ് നേരിട്ടത്. ഇപ്പൊ നമുക്കറിയാം നൂർ അഹമ്മദ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഫോമിലായിരുന്നു. ഇപ്പൊ നൂർ അഹമ്മദിന്റെ ഇന്നത്തെ ഫിഗേഴ്സ് നോക്കിയാൽ 3 ഓവറിൽ 36 റൺസാണ് നൂർ വഴങ്ങിയത്. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ സ്കോർ ചേസ് ചെയ്തിട്ട് നെറ്റ് റൺ റേറ്റ് ഉയർത്തുക എന്നൊരു ലക്ഷ്യവും മുംബൈക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 62 റൺസാണ് സ്കോർ ചെയ്തത്. ഇപ്പൊ നമ്മൾ CSK സ്കോർ ചെയ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48. അവിടെ തന്നെ 14 റൺസിന് ഡിഫറൻസ് വന്നു. പിന്നെ മിഡിൽ ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫേസിൽ ചെന്നൈ 70 റൺസ് സ്കോർ ചെയ്തപ്പോൾ ഇവർ 95 റൺസ് സ്കോർ ചെയ്തു. അപ്പോൾ ആ ഒരു 2 ഫേസിൽ തന്നെ ഒരു 40 റൺസോളം ഡിഫറൻസ് വന്നു. കറക്റ്റ് പറഞ്ഞാൽ 39 റൺസിന്റെ ഡിഫറൻസ് വന്നു. അതോടെ മത്സരം കഴിഞ്ഞു. പിന്നീട് അവസാന ഡെത്ത് ഓവേഴ്സിൽ ഒരു 20 റൺസ് എന്താ എടുക്കാനുള്ളവർക്ക് അത് അവർ അനായാസം എടുക്കുകയും ചെയ്തു. രോഹിത് ശർമ്മയുടെ ഒരു എക്സലന്റ് ഇന്നിംഗ്സ് ആയിരുന്നു. 45 പന്തിൽ 76, 4 4ഉം 6 6ഉം രോഹിത് അടിച്ചു. ഇപ്പോൾ സാധാരണയായിട്ട് രോഹിതിന് ഒരു സ്റ്റാർട്ട് കിട്ടിയാലും വിക്കറ്റ് നൽകി മടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ പ്രോപ്പർ ആയിട്ട് തന്നെ രോഹിത് കളിച്ചു. പിന്നെ സൂര്യകുമാർ യാദവും 30 പന്തിൽ 68 റൺസ് എടുത്തു. 6 4ഉം 5 6ഉം ആണ് സൂര്യകുമാർ യാദവിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്തത് അശ്വിനാണ്. അശ്വിൻ 4 ഓവറിൽ 25 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അശ്വിൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, പ്രത്യേകിച്ച് പവർ പ്ലേയിലൊക്കെ എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ മിഡിൽ ഓവേഴ്സിൽ വന്ന് അത്യാവശ്യം ഒരു 7 to 8 ഇക്കോണമി റേറ്റിലാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു മത്സരം കളിച്ചില്ല. ഇന്ന് വന്നപ്പോൾ അശ്വിൻ ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്തു. വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും 4 ഓവറിൽ 25 റൺസ് മാത്രമാണ് കൊടുത്തത്. പിന്നെ ജഡേജ 3 ഓവറിൽ 28 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് ഇട്ടു. ഇപ്പോൾ പതിനാനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്. 1.4 ഓവറിൽ 34 റൺസാണ് കൊടുത്തത്. അപ്പോൾ അവസാനം സൂര്യകുമാർ യാദവ് കയറി മേഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് മദീഷ ബദ്രാനിക്ക് അടികൊണ്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓൾ ഇൻ ഓൾ ഒരു മുംബൈയുടെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ബോളിംഗിലായാലും പിന്നെ എക്സലന്റ് ഫീൽഡിംഗ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ, അത് നമ്മൾ എടുത്തു പറയണം. അപ്പോൾ ബോളിംഗിലായാലും ബാറ്റിംഗിലായാലും ഫീൽഡിംഗിലായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ ഡോമിനേറ്റ് ചെയ്തു. അന്ന് ചെപ്പോക്കിലേറ്റ പരാജയത്തിന് ആ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികാരം ചെയ്യാൻ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞു എന്ന് വേണം പറയാം. അപ്പോൾ ഇൻ ടോട്ടൽ നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് വളരെ നല്ലൊരു മത്സരമാണിത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ രോഹിത്തിൽ നിന്നൊരു വലിയ ഇന്നിങ്സ് അവർക്ക് കിട്ടി. ഇപ്പോൾ ഈ സീസൺ തുടങ്ങുമ്പോൾ സൂര്യകുമാർ യാദവ് ഒരു ബാഡ് പാച്ചിൽ, ഒരു ലീൻ ബാച്ചിലായിരുന്നു. സൂര്യകുമാർ യാദവ് ഫോം വീണ്ടെടുത്തു എന്ന് മാത്രമല്ല തൻ്റെ ഒരു ബെസ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഇന്നലത്തെ സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 226 ആണ്. സൂര്യകുമാർ യാദവ് അങ്ങനെ ഒരു ഫുൾ ഫ്ലോയിലേക്ക് വന്നു. രോഹിത് ശർമ്മയിൽ നിന്നൊരു ബിഗ് ഇന്നിങ്സ് കിട്ടി.
തുടർച്ചയായിട്ട് 3ാം വിജയം അവർ സ്വന്തമാക്കി. അങ്ങനെ വരുമ്പോൾ ഓൾ ഇൻ ഓൾ മുംബൈക്ക് വളരെ നല്ല സൈനാണ്. ഇപ്പോൾ രോഹിത് പിന്നെ പറഞ്ഞ പോലെ അവർ പീക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവർ നല്ലൊരു ടീമാണ്. CSKക്ക് ഉള്ളതുപോലെ പ്രശ്നങ്ങൾ ഈ സൈഡിലില്ല. ഇവർ ക്ലിക്കായി കഴിഞ്ഞാൽ കിരീടം വരെ എത്താൻ സാധ്യതയുള്ള ടീമാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഇവരൊരു വിന്നിംഗ് റോളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകൾ മുംബൈ ഇന്ത്യൻസിനെ തടയാനായിട്ട് പാടുപെടും എന്നുള്ളത് സത്യമാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു മാച്ച് വിന്നേഴ്സ് ഉള്ള ടീമാണ് ഇവർ. ഇനി നമ്മളിപ്പോൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മുംബൈ ഇന്ത്യൻസ് 8 കളികളിൽ നിന്ന് 4 ജയത്തോടെ 6ാം സ്ഥാനത്തേക്ക് കയറി. നെറ്റ് റൺ റേറ്റ് നല്ലതാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 കളികളിൽ നിന്ന് 2 ജയം മാത്രമേ ഉള്ളൂ. 6 കളികൾ തോറ്റു, 4 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്താണ്. ഇപ്പം ഞാൻ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ CSKയുടെയും ഈ സീസൺ ഓൾമോസ്റ്റ് ഓവറായി. ഇവർക്ക് ഇനിയുള്ള 6 മത്സരങ്ങൾ ജയിക്കണം. അതൊരു മിറാക്കിളാണ്. പക്ഷെ അത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ RCBയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ RCB അങ്ങനെ തീർച്ചയായിട്ടും മത്സരങ്ങൾ ജയിച്ച് ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് തോറ്റിട്ട് മുംബൈ ഇന്ത്യൻസ് കപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടീമുകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ അത്ഭുതം സംഭവിക്കാനായിട്ടുള്ള ടീം ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സീസൺ ഓൾമോസ്റ്റ് ഓവറായി കഴിഞ്ഞു. അത് മാത്രമല്ല ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ. അതായത് 5 മത്സരങ്ങൾ ജയിച്ച 5 ടീമുണ്ട്, 4 മത്സരം ജയിച്ച 1 ടീമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ 2 വിജയങ്ങളുമായിട്ടുള്ള ടീമിന് അങ്ങോട്ട് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ CSKയുടെ കാര്യം പറഞ്ഞാൽ കുറച്ച് യങ് പ്ലേയേഴ്സിനൊക്കെ അവസരം കൊടുത്ത് ഇനി ബ്രവിസും ടീമിലേക്ക് വരും, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത വർഷത്തേക്കുള്ള ഒരു നല്ലൊരു ടീം സെറ്റാക്കി എടുക്കുക. ഈ വർഷം മാക്സിമം ട്രൈ ചെയ്യുക, പക്ഷെ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നല്ലൊരു ടീം സെറ്റാക്കി എടുക്കുക. കുറച്ച് ബാക്കിയുള്ള പ്ലേ ഓഫിലേക്ക് പോകുന്ന ടീമുകളെയൊക്കെ കുറച്ച് വലിച്ചു താഴെ ഇടുക. അങ്ങനെ ഒരു നല്ല കോമ്പിനേഷൻ, ഒരു അടുത്ത വർഷത്തേക്കെങ്കിലും ഒരു ഐഡിയൽ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് CSKക്ക് ചെയ്യാനുള്ളത്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഹൈ ഫ്ലൈയിങ് ആണ്. മുംബൈ ഇന്ത്യൻസ് തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ എത്താൻ വേണ്ടി ഒരു നല്ല ഫൈറ്റ് തന്നെ മുന്നോട്ട് വെക്കും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്, IPLന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസുടെ ഫോമിലേക്ക് വന്നതോടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങും ആ ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല കാണുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. പിന്നീട് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദ മാച്ച്. ഡിസർവിംഗ് ആണ്. അതായത് നല്ലൊരു ഇന്നിങ്സ് ആണ്. ഈ സീസണിൽ ആദ്യമായിട്ടാണ് രോഹിത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ലോങ് ഇന്നിങ്സ് കിട്ടുന്നത്. ഇത് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് കുറച്ചുകൂടി പ്രതീക്ഷ പകരുന്ന ഒന്നാണ് രോഹിത്തിന്റെ ഫോം. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.